എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കയ്യിൽ സെറ്റ് ആയിട്ടുള്ള ബുക്സ് ഉണ്ട്. അത് വേൾഡ് ബുക്സ് ആണ്. അതിനെ കുറിച്ചുള്ള റിവ്യൂ ആണ്. അത് എന്തിനെ കുറിച്ചുള്ളതാണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള സെറ്റ് ആയിട്ടുള്ള ബുക്സ്. ഇത് നെക്സ്റ്റ് സെറ്റാണ്. ഇത് ഹൗ തിങ്സ് വർക്ക്. അപ്പോൾ ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള ബുക്സ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങി നോക്കണം. ഇതിൽ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ വേൾഡിനെ കുറിച്ച് സെലിബ്രേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അനിമൽസിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ മാമൽസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. പിന്നെ ഇതൊക്കെ കുട്ടികൾക്ക് വളരെ നല്ലതാണ്. അതായത് ഒരു 5th 6th 7th എല്ലാ പ്രായക്കാർക്കും ഇത് ഉപയോഗിക്കാം. ഇത് വളരെ നല്ലൊരു ബുക്കാണ്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങി വെക്കണം. ഇത് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മ വാങ്ങിച്ച ബുക്കാണ്. കുറേ വർഷമല്ല, എന്നാലും കുറച്ച് വർഷമായി ഈ ബുക്ക് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. വളരെ നല്ല ബുക്കാണ്. ഇതിൽ കൂടെ എനിക്ക് കുറേ ഇൻഫോർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബുക്കായിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇത് ഞാൻ എഴുതി വെച്ചതാണ് ഓരോ. പിന്നെ എന്തൊക്കെ ഉണ്ട്, അതായത് കോണ്ടൻസ് എന്തൊക്കെ ഉണ്ടെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇൻട്രൊഡക്ഷനാണ്. ഇത് ആർട്ട് അറൗണ്ട് അസ് ആണ്. അതായത് ആർട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അല്ലോ ഇതും കൊടുത്തിരിക്കും. അപ്പോൾ ഇവിടെ കുറേ എഴുതിയിട്ടുണ്ട് ഓരോ സെലിബ്രേഷൻസിനെ കുറിച്ചും ആർട്ട് എങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച്. കണ്ടോ, ദി ആർട്ട് ഓഫ് ക്രാഫ്റ്റ് ഉണ്ടോ, ഹൗ ക്രാഫ്റ്റ് ബിഗിൻ, എങ്ങനെയാണ് ക്രാഫ്റ്റും ആർട്ടൊക്കെ തുടങ്ങിയത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് ഈ ബുക്ക് വളരെ ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. കുറേ ക്രാഫ്റ്റിൻ്റെ ഇതൊക്കെ ഉണ്ട്. കണ്ടോ, ഡോളിൻ്റെ ഇതൊക്കെ ഉണ്ട്. കണ്ടോ, ഇതേപോലെ കുറേ ഉണ്ട്. ഇതാണ് ക്രാഫ്റ്റിൻ്റെത്. ഇനി അടുത്ത് ഷേപ്സ് ആൻഡ് നമ്പേഴ്സാണ്. അതായത് ഷേപ്സിൻ്റെ നമ്പേഴ്സിനെ കുറിച്ചുള്ളതാണ് അടുത്തത്. ഇവിടെ ഫസ്റ്റ് തന്നെ എല്ലാം എഴുതിയിട്ടുണ്ട്. എല്ലാത്തിലും ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ഇത് എന്തിനെ കുറിച്ചാണെന്നും ഇത് എങ്ങനെയെന്ന് ഇത് എല്ലാം ഉണ്ട്. ഫൺ വിത്ത് ഷേപ്സ് എല്ലാം ഉണ്ട്. നല്ല ക്ലിയർ ആയിട്ടുള്ള പിക്ചേഴ്സും. വളരെ നല്ലൊരു ബുക്കാണിത്. ഇത് നമ്പേഴ്സിൻ്റെയും ഷേപ്സിൻ്റെയും ബുക്സാണ്. ഇത് യൂണിവേഴ്സിനെ കുറിച്ചുള്ള ബുക്കാണ്. അതായത് നമ്മുടെ സണ്ണും മൂണും എർത്തിനെ കുറിച്ചും അതെല്ലാ കാര്യങ്ങളും ഉള്ളൊരു ബുക്കാണ് ദി യൂണിവേഴ്സ്. മൊത്തം ഞാൻ വരച്ച് കുറിച്ച് ചെയ്യണം. കണ്ടോ, എന്തുകൊണ്ടാണ് സൺ ഇമ്പോർട്ടൻ്റ്, എല്ലാം ഉണ്ട്. അടുത്ത ഹൗ ഡസ് ഇറ്റ് ഹാപ്പൻ ആണ്. അതായത് സയൻസിൻ്റെയും കെമിസ്ട്രിയുടെയും അങ്ങനത്തെ കാര്യങ്ങളുടെ ഒക്കെ ബുക്കാണ്. എല്ലാം ഉണ്ട്. ഇൻട്രൊഡക്ഷൻ എല്ലാം ഉണ്ട്. വാട്ട് ഹാപ്പൻസ് വിത്ത് മെഷീൻസ്, വാട്ട് എ ലിവർ ഈസ് ക്ലവർ, എല്ലാം ഉണ്ട്. ഞാൻ ഓരോന്നും ചാപ്റ്റേഴ്സായി എഴുതിയിട്ടുണ്ട്. ഓരോന്നും ചാപ്റ്റേഴ്സായിട്ട് എടുത്താൽ പെട്ടെന്ന് തീരുമല്ലോ. അപ്സ് ആൻഡ് ഡൗൺസ് അതേപോലെ കുറേ ഉണ്ട്. ഇതാണ് ഹൗ ഡസ് ഇറ്റ് ഹാപ്പൻ.
ഇത് എബൌട്ട് യു ആണ്. ഇത് എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ നിന്നതാണ്. അതാണ് ഞാൻ ചേട്ടൻ ഇതൊക്കെ വരച്ചിരിക്കുന്നത്. ഇപ്പോഴാണ് എൻ്റെ കൈ തന്നത്. എനിക്ക് സെറ്റായിട്ട് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ചേട്ടൻ എനിക്ക് തന്നത് വായിച്ചു കഴിഞ്ഞ്. ഇത് എബൌട്ട് യു നമ്മളെക്കുറിച്ചുള്ളൊരു ബുക്കാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഉണ്ടോ? ഇതാണ് എബൌട്ട് യു. ഇത് ഹൗ തിങ്സ് വർക്കാണ്. അതായത് ഇത് നമ്മുടെ അതായത് എങ്ങനെ ഓരോ സാധനങ്ങൾ വർക്ക് ചെയ്യും അങ്ങനത്തെ ഒരു ബുക്കാണിത്. എൻ്റെ തന്നെ ബുക്കാണ് കേട്ടോ. ഞാൻ ഇപ്പം ഇനി ആദ്യമാവാൻ പോവുകയാണ്. ഇതാണ് ഹൗ തിങ്സ് വർക്ക്. ഇനി അടുത്തത് അവർ എർത്താണ്. നമ്മുടെ എർത്തിനെ കുറിച്ചുള്ളത്. നേരത്തെ കാണിച്ച് തെറ്റിപ്പോയി കേട്ടോ. അത് യൂണിവേഴ്സിനെ കുറിച്ചുള്ളത്, പിന്നെ സണ്ണ്, മൂൺ, അതിൻ്റെയൊക്കെ മാത്രമാണ്. ഇത് എർത്തിനെ കുറിച്ചുള്ളതാണ്. കണ്ടോ? പ്ലാനറ്റ് എർത്ത് ആണ് അവർ എർത്ത്. ഇത് ദി വേൾഡ് ഓഫ് പ്ലാന്റ്സ് ആണ്. ഇത് പ്ലാന്റ്സിൻ്റെ കാര്യങ്ങളാണ് ഇതെല്ലാം ഉള്ളത്. എല്ലാം ഞാൻ വരച്ചു വെച്ചിരിക്കുന്നു. അത് അടുത്തത് സീ ദി വേൾഡാണ്. അതായത് നമ്മുടെ വേൾഡിലുള്ള സ്ഥലങ്ങളുടെയും കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. കണ്ടോ? ഓരോ സ്ഥലങ്ങളുടെയും എല്ലാം ഉണ്ട്. സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക എല്ലാം ഉണ്ട്. ഈ ബുക്ക് എനിക്ക് മാറ്റി വയ്ക്കണം. എനിക്ക് വായിക്കണം. ഈ ബുക്ക് ഒന്നും കൂടെ വായിക്കണമെന്ന്. അടുത്തത് വേൾഡ് ഓഫ് അനിമൽസിൻ്റെയാണ്. അതായത് അനിമൽസിൻ്റെ കാര്യങ്ങൾ എല്ലാം ഇതിനകത്തുണ്ട്. കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ബേബീസ് ഇൻ പൗച്ചസ്, മാമൽ ബേബീസ്, ഇതെല്ലാം അതിനകത്തുണ്ട്. മാമൽ ഫുഡ്. ഇതാണ് ദി വേൾഡ് ഓഫ് അനിമൽസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് അമർത്തിക്കണേ. ബൈ.